ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹീറോ ഹോണ്ട പാഷനാണ് വണ്ടി. നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ എഞ്ചിൻ വർക്കൊക്കെ ഒരിക്കൽ കഴിഞ്ഞിരുന്നതാണ്. കുറച്ചാൾ മുമ്പ് എഞ്ചിൻ വർക്ക് ചെയ്തിരുന്നത്. അതിന് ശേഷം നമുക്ക് ഓയിൽ മാറ്റണം, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചണം. അപ്പോൾ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് റോട്ടർ ഫിൽറ്ററാണ്. റോട്ടർ ഫിൽറ്ററിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് വന്നുണ്ട. ഇതേപോലെ വന്നിട്ട് ഇതിനകത്ത് അടിഞ്ഞു കൂടും. ഇതിനകത്തും വരും. അതേപോലെ അതിൻ്റെ സ്ക്രീൻ ഫിൽറ്ററാണ് ഈ വന്നത്. ഇതിനകത്തും അഴുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനകത്തും വന്ന് അടിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് നമുക്ക് കമ്പൽസറി പറയണത്. ഇത് സാധാരണ ഒരു 2 ഓയിൽ ചേഞ്ച് ഒക്കെ കഴിഞ്ഞാൽ 3ാമത്തെ ഓയിൽ ചേഞ്ചിന് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് നടത്തണം എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ റൂൾസ്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ ലൈഫൊക്കെ കൂടുതൽ കിട്ടും. ഇത് നിലവിൽ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്തതുകൊണ്ടാണ് നമ്മൾ കോട്ടൺ വേസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഇടി വന്ന് അടയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ഫ്യൂസ് പോയാർന്നാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത്. പക്ഷേ ഫ്യൂസ് പോകാനും എന്തൊക്കെ ഒരു കംപ്ലയിൻറ്റ് ഷോർട്ടിങ്ങോ പ്രോബ്ലംസോ ഒക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഫ്രണ്ടൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയായിരുന്നു. നിലവിൽ പറയത്തക്ക ഒരു പ്രോബ്ലം ഒന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ വിങ്കർ സ്വിച്ച്, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉള്ളിൽ നിന്ന് ഒടിഞ്ഞു വീണ്ടുള്ളൂ. അപ്പോൾ അത് യൂണിറ്റ് പടിയേ കിട്ടുള്ളൂ, സെറ്റായിട്ട് മാറണം. അതല്ലാതെ കൊണ്ട് നമുക്ക് കിട്ടില്ല. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സിങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് വരും. പുതിയ പ്ലഗ് കിടക്കണം എന്നിട്ടും കംപ്ലയിൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം. കറണ്ട് സംബന്ധമായിട്ട് എർത്തിങ്ങോ മഴയുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും വന്നേക്കണമാണോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ വർക്ക്. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ.